അമ്പൻ കരാറുകളിൽ ഒപ്പുവെച്ച യുഎഇയും ഒമാനും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ യുഎഇ സന്ദർശനത്തിനിടെയാണ് കരാറുകളിൽ ഒപ്പിട്ടത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളും ചർച്ചയായി. യുഎഇ ഒമാനും 12,900 കോടി ദിർഹത്തിന്റെ സഹകരണ കരാറുകളിലാണ് ഒപ്പുവെച്ചത്. വ്യവസായ രംഗത്തും പുനരുൽപാദന ഊർജ്ജ മേഖലയിലും ഒപ്പുവെച്ച 117 ബില്യൺ ദിർഹത്തിന്റെ പദ്ധതിയാണ് ഇതിലെ ഏറ്റവും വലിയ കരാർ. കാറ്റ്, സൗരോർജ്ജ പദ്ധതികൾ, പരിസ്ഥിതി സൗഹൃദമായ ഹരിത ലോഹങ്ങളുടെ ഉൽപ്പാദനം എന്നിവ ഈ കരാറിൽ ഉൾപ്പെടും. അബുദാബിയുടെ താക്ക, മസ്തർ, OQ അൾട്ടർനേറ്റീവ് എനർജി, ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി തുടങ്ങിയവ കരാറിലെ പങ്കാളികളാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുഎഇയിലെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെയും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിൽ എത്തിയത്. ഒമാനും യുഎഇയും തമ്മിൽ റെയിൽ ബന്ധം ശക്തമാക്കുന്നതിന് 1,100 കോടി ദിർഹത്തിന്റെ കരാറും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടവയിൽ ഉൾപ്പെടുന്നു. ഇതോടൊപ്പം സമാധാനത്തിന് ഒന്നിച്ചു നിൽക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന നടത്തി. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും സുൽത്താൻ കൂടിക്കാഴ്ച നടത്തി. ജനം, ദുബായ്.